നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അപ്രതീക്ഷിതമായി വീണ്ടും മഴ ശക്തമാകുന്നു. നിലവിൽ 10 ജില്ലകൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രംഗത്ത് വരികയാണ്. ഓരോ മണിക്കൂറിലും കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മുതൽ 22/9/2025 വരെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് തെക്കൻ കൊങ്കൺ തീരം, ഗോവ തീരം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം, ആൻഡമാൻ കടൽ, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 19/9/2025 മുതൽ 21/9/2025 വരെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 22/9/2025 തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. വടക്കുകിഴക്കൻ മൺസൂണാണ് കേരളത്തിന്റെ തുലാവർഷം. തുലാമാസത്തിൽ തുടങ്ങുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ മഴക്കാലമാണിത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇത് നീളും. ഡിസംബർ അവസാനത്തോടെ മഴയ്ക്ക് ശക്തി കുറഞ്ഞു തുടങ്ങും. ഒക്ടോബറിലാണ് കൂടുതൽ മഴ ലഭിക്കുക. കനത്ത മഴയും ഇടിമിന്നലുമാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴ. ഉച്ചവരെ കനത്ത ചൂടായിരിക്കും. ശേഷം ഇരുണ്ടുമൂടി ഇടിമിന്നലുമായി മഴയെത്തുന്നു. തുടർച്ചയായി മഴ പെയ്യുന്നതിനിടയിൽ നല്ല വെയിലുള്ള ഇടവേളകളും ഉണ്ടാകും. ജൂൺ 1 ആരംഭിച്ച കാലവർഷ കലണ്ടർ സെപ്റ്റംബർ 30 അവസാനിക്കുന്നത്. എന്നാൽ ഈ സമയം കൊണ്ട് കാലവർഷം പിന്മാറണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒക്ടോബർ 1 മുതൽ ലഭിക്കുന്ന മഴ കാലവർഷ പട്ടികയിൽ ഉൾപ്പെടുത്തില്ല. അതെല്ലാം തുലാവർഷ കണക്കിൽ ഉൾപ്പെടുത്തും. നിലവിൽ കാലവർഷം രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിലധികം കാലം നമ്മുടെ നാട്ടിലെ മഴയുടെ വിവരങ്ങൾ വിശകലനം ചെയ്ത് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ ചില നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതനുസരിച്ച് തുലാവർഷത്തിന്റെ തുടക്കം മിക്കവാറും ഒക്ടോബർ 19 ഇതിൽ 8 ദിവസത്തെ വ്യത്യാസം വന്നേക്കാം. 1915 തുലാവർഷമാണ് അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും താമസിച്ചു തുടങ്ങിയത്. ആ വർഷം മഴ തുടങ്ങിയത് നവംബർ 11 ചില വർഷങ്ങളിൽ തുലാവർഷം നേരത്തെ എത്തിയിട്ടുമുണ്ട്. പശ്ചിമഘട്ടം കടന്നു വരുന്ന മഴമേഘങ്ങളാണ് കേരളത്തിലെ തുലാവർഷം പെയ്യിക്കുന്നത്. വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിലാണ് ഇക്കാലത്ത് മഴ കൂടുതൽ ലഭിക്കുക. തുലാവർഷത്തിന്റെ ശക്തി കുറയുന്നതോടെ തണുപ്പ് കാലം തുടങ്ങും. 1901 മുതൽ കേരളത്തിൽ പെയ്ത മഴയുടെ കണക്ക് കാലാവസ്ഥാ വകുപ്പ് സൂക്ഷിക്കുന്നുണ്ട്. ഇതനുസരിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് 1961 4258 മില്ലിമീറ്റർ. അതിനുശേഷം കൂടുതൽ മഴ 2021 3522.2 മില്ലിമീറ്റർ. വലിയ മഴ ലഭിച്ച മറ്റു വർഷങ്ങൾ കൂടി നോക്കുമ്പോൾ 4226.4 മില്ലിമീറ്റർ 1924, 4073 മില്ലിമീറ്റർ 1933, 3746 മില്ലിമീറ്റർ 1959, 3671.2 മില്ലിമീറ്റർ 1907, 3565.5 മില്ലിമീറ്റർ 1946. ഇന്ത്യയിൽ ആകെ കൃഷിസ്ഥലത്തിന്റെ പകുതി മാത്രമാണ് ജലസേചന സൗകര്യമുള്ളത്. അതിന്റെ
ഉറവിടവും മഴ തന്നെയാണ്. മൺസൂൺ നന്നായാൽ കൃഷിക്ക് ആവശ്യത്തിന് വെള്ളവും അതുവഴി മികച്ച വളവും കിട്ടും. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ മികച്ച വിളവിനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. മികച്ച വിളവ് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില ഉയരാതെ നിലനിർത്തുന്നു. ഇങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പോഷകാഹാരം ലഭിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. മൺസൂൺ മഴയുടെ അളവ് കുറഞ്ഞാലും പെയ്യാൻ വൈകിയാലൊക്കെ അത് ഇന്ത്യയിലെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കും. കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഇതുകൊണ്ടുണ്ടാവുക. മാത്രമല്ല ഭക്ഷ്യവസ്തുക്കളുടെ അളവ് കുറയാനും ഇതിനിടയാക്കും. വേനൽ കൃഷിക്കും മഴ കുറവുള്ള പ്രദേശങ്ങളിലും ഭൂജലമാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലെ റാബി വിളകൾക്ക് ഇതാണ് ആശ്രയം. ഭൂജലത്തിന്റെ അളവ് നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതും ഇന്ത്യയിലെ മൺസൂൺ മഴയാണ്. ആവശ്യത്തിന് മഴ ലഭിച്ചില്ലെങ്കിൽ കൃഷി അവതാളത്തിലാകും. അതുപോലെ തന്നെയാണ് അമിതമായി പെയ്യുന്ന മഴയും. മണ്ണൊലിപ്പിലൂടെ വളക്കൂറുള്ള മേൽമണ്ണ് ഒലിച്ചു പോകും. മണ്ണിന്റെ പോഷകം നിലനിർത്തുന്നതിനും പല രാസവളങ്ങളും ഉപയോഗിക്കേണ്ടി വരും. ഏതായാലും മറ്റു പല പരിസ്ഥിതി പ്രശ്നങ്ങൾക്കൊപ്പം കൃഷിയിടം വരണ്ടു പോകാനും ഇടയുണ്ട്. എറണാകുളം ജില്ലയിലാണ് നേര്യമംഗലം ഗ്രാമത്തിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. 6000 മില്ലിമീറ്റർ ശരാശരി വാർഷിക മഴ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ, ഇപ്പോൾ സെപ്റ്റംബർ പകുതിയോടുകൂടി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഒക്ടോബർ, നവംബർ മാസങ്ങളിലൊക്കെ തന്നെ കേരളത്തിൽ വീണ്ടും മഴ ശക്തിപ്പെടും. ആ ഒരു കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പിന്റെ ഭാഗമാണ് ഇപ്പോഴുണ്ടാകുന്ന ചെറിയ മഴയൊക്കെ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം മുന്നറിയിപ്പ് നൽകുന്നത്. ഏതായാലും കേരളത്തിൽ ഈ വരുന്ന 5 ദിവസത്തേക്ക് കൃത്യമായിട്ടുള്ള മഴ മുന്നറിയിപ്പാണ് നൽകുന്നത്. കൂടാതെ മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശവും ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പല മേഖലകളും കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഉത്തരാഖണ്ഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയും മേഘവിസ്ഫോടനവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെയും നിരവധി ആളുകളാണ് ഇപ്പോൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകളെ കാണാതാകുന്ന സ്ഥിതി കൂടിയുണ്ട്. ഏതായാലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് തരുന്ന ജില്ലകളൊക്കെ തന്നെ കൃത്യമായിട്ട് അത് പാലിക്കണം. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് തന്നെ ജനങ്ങൾ പാലിക്കേണ്ടതാണ്.